പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒരാൾ വേറെ ഒരാളുടെ ശരീരത്തിൽ, അന്യ പെണ്ണിന്റെ ശരീരത്തിൽ നോക്കുകയോ അല്ലെങ്കിൽ സ്പർശിക്കുകയോ ചെയ്യണമെങ്കിൽ ആ പെണ്ണിന്റെ പ്രത്യേകമായ സമ്മതത്തോടു കൂടി വിവാഹബന്ധത്തിൽ അല്ലെങ്കിൽ വിവാഹം കഴിച്ചവരാവണം, ബന്ധമുള്ളവരായിരിക്കണമെന്ന്. പലരും അതിനെ കളിയാക്കിയിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ? ഇപ്പൊ പുതിയ പേരുകളിൽ അറിയപ്പെടുന്ന പാർട്ട്ണർഷിപ്പുകളും അതേപോലെ ഫ്രണ്ട്ഷിപ്പുകളും എല്ലാം വളരെ മോശമാകുന്ന തരത്തിൽ വഴിവെട്ടുകയാണ്. അതിന് സമാനമായ നിലക്കുള്ള ഒരു വാർത്തയാണിത്. ആദ്യം സമ്മതത്തോടു കൂടി പല മോശപ്പെട്ട പ്രവർത്തനങ്ങളും ചെയ്യുക, അവസാനം എന്തോ അവർ തമ്മിലുള്ള സൗഹൃദങ്ങൾ മാറുമ്പോഴേക്കും എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രചരിപ്പിക്കുക. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു പെണ്ണിനെ നിങ്ങൾ അനാവശ്യമായ നിരക്ക് അല്ലെങ്കിൽ വേറെ ബന്ധത്തിലൂടെ നോക്കുകയാണ് എങ്കിൽ പോലും അതിന് പോലും പ്രത്യേകമായ സമ്മതം വേണമെന്നും വിവാഹം കഴിക്കണമെന്നും പഠിപ്പിച്ചത് എത്രമാത്രം കൃത്യമാണ്.